കേരളത്തിലെ UDF, LDF, NDA മുന്നണികൾ ഒരേപോലെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് ബജ്റാങ് ദളിന്റെ പ്രവർത്തകരെ തന്നെയാണ്. അവരെ അറസ്റ്റ് ചെയ്ത രീതി, നടപടികൾ എല്ലാം തന്നെ ഒരു വലിയ ദുരൂഹമായ ഒരു പശ്ചാത്തലത്തിലാണ് വികസനത്തിനൊരു വോട്ട്. ആ രീതിയിൽ BJPയെ പരീക്ഷിക്കാൻ കുറച്ചു പേരെങ്കിലും തയ്യാറാവും. പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ശക്തമായ ക്രിസ്ത്യൻ സാന്നിധ്യമുള്ള ജില്ലകളിൽ ഒറ്റ സീറ്റ് പോലും UDFന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ല. അതിന്റെ നേട്ടം LDF ലഭിച്ചു എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓൾസോ സ്റ്റാൻഡ്സ് ഡിവൈഡ്. LDFന് ക്രിസ്ത്യൻ വോട്ട് അല്ല BJP പിടിക്കുന്നത്, അത് UDFന് ക്രിസ്ത്യൻ വോട്ടായിരിക്കാം BJP പിടിക്കുന്നത്. അതുകൊണ്ട് LDFന് ക്രിസ്ത്യൻ വോട്ടുകളെ കുറിച്ച് മാത്രമേ ഉള്ളൂ ആക്ഷേപം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കേരള രാഷ്ട്രീയത്തിൽ ഏത് തരത്തിലുള്ള സ്വാധീനമാണ് ചെലുത്താൻ പോകുന്നത്? ആ വിഷയമാണ് ടോക്കിംഗ് പോയിന്റ് എന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് തിരിച്ചടിയാകുമ്പോൾ ചിലർ അതിൽ നേട്ടം കൊയ്യുകയും ചെയ്യും. പരിശോധിക്കാം നമുക്ക് അത് എങ്ങനെ, ആർക്കനുകൂലം. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ വിഷയം കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയാണ്. അതായത് കന്യാസ്ത്രീമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള സംഭവം, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആ വഴിക്ക് പോകുമ്പോൾ നമുക്ക് ഇന്നിവിടെ പരിശോധിക്കുന്നത് അതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് കേരളത്തിൽ ഏത് തരത്തിലാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ അത് വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ള ഒരു അനുമാനമാണ് എനിക്കുള്ളത്. എന്ത് തോന്നുന്നു അങ്ങേക്ക്? അങ്ങകലെ 36 കോട്ടകളുടെ നാട്ടിൽ നടക്കുന്ന ഒരു ചെറിയ സംഭവം, വിതിൻ കൗട്ട്സ് ചെറിയ സംഭവം, അവിടെ അത് ചെറുതായിരിക്കാം, പക്ഷേ അതിൻ്റെ അനുരണങ്ങൾ ഇങ്ങകലെ കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ സുനാമി തന്നെ സൃഷ്ടിക്കാൻ പര്യാപ്തമാണ്. ഓക്കെ, ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, പ്രതിസ്ഥാനത്തെന്ന് പറഞ്ഞാൽ വാദിയും പ്രതിയൊക്കെ അവിടെ വേറെ ആയിരിക്കും. ഇവിടെ കേരളത്തിലെ UDF, LDF, NDA മുന്നണികൾ ഒരേപോലെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് ബജ്റാങ് ദളിന്റെ പ്രവർത്തകരെ തന്നെയാണ്. BJP ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത്. കന്യാസ്ത്രീകൾ നിരപരാധികളാണ്. അവരെ അറസ്റ്റ് ചെയ്ത രീതി, നടപടികൾ എല്ലാം തന്നെ ഒരു വലിയ ദുരൂഹമായ ഒരു പശ്ചാത്തലത്തിലാണ് BJP പോലും ഡാമേജ് കൺട്രോളിന് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തിരിക്കുന്നു. അനൂപ് ആന്റണി എന്ന ചെറുപ്പക്കാരനായ ജനറൽ സെക്രട്ടറിയെ, പുതിയതായി ചുമതലയേറ്റെടുത്ത ജനറൽ സെക്രട്ടറിയെ ഛത്തീസ്ഗഡിലേക്ക് വിട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുമായി അദ്ദേഹം സംസാരിച്ചിരിക്കുന്നു. അതുപോലെ കേരളത്തിന്റെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചെയ്യാവുന്നതെല്ലാം ചെയ്തിരിക്കുന്നു. ഇവിടെ അങ്കലാപ്പിലായിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും NDAയുമാണ് എന്നത് നിസ്സംശയം പറയാം. കേരളത്തിൽ ഈ ആലിംഗ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായിൽ പുണ്ണുന്നൊരു പ്രയോഗമുണ്ട്. ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതിന് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ BJP വലിയ നേട്ടമുണ്ടാക്കും, ഇൻറോഡ്സ് ഉണ്ടാക്കും കേരള പൊളിറ്റിക്കൽ മേഖലയിൽ എന്നുള്ള പ്രവചനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ, അവർക്ക് ആ കോൺഫിഡൻസ് വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് ഒരു പ്രഹരം പോലെ ഛത്തീസ്ഗഡിലെ സംഭവം ഉണ്ടായത്, അല്ലേ? തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 75,000 വോട്ടിന്റെ നല്ല കംഫർട്ടബിൾ മാർജിനിൽ സുരേഷ് ഗോപി ജയിച്ചു വന്നപ്പോൾ പൊട്ടിയ ലഡുവാണ്. അത് മാലപ്പടക്കം പോലെ കേരളത്തിൽ എല്ലായിടത്തും പൊട്ടും. കാരണം തൃശ്ശൂർ ഒരു 18-20% ക്രൈസ്തവ സാന്നിധ്യമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ BJP ജയിച്ചു വന്നത് ട്രഡീഷണൽ കോർ BJP വോട്ട് കൊണ്ടല്ല എന്ന് അറിയാൻ പാഴൂർ പടിപ്പര വരെ പോകേണ്ട കാര്യമില്ല. അത് ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെ ഉണ്ട്. ക്രിസ്ത്യൻസ് വോട്ടുകൾ പലതായി ചിതറിപ്പോയി. K. മുരളീധരന് ലഭിക്കാമായിരുന്ന ക്രിസ്ത്യൻ വോട്ടിന്റെ നല്ലൊരു പങ്ക് സുരേഷ് ഗോപിക്ക് ലഭിച്ചത് കൊണ്ടാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ഉജ്ജ്വല വിജയം BJPക്ക് ലഭിച്ചതും. അങ്ങനെയെങ്കിൽ ആ ഒരു ക്രിസ്ത്യൻ മേഖലയിലേക്കുള്ള ഒരു കടന്നുകയറ്റം, പ്രത്യേകിച്ച് കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല, കൊല്ലം ജില്ലയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ, ആലപ്പുഴ ജില്ല എന്ന് വേണ്ട എറണാകുളം ജില്ല, തൃശ്ശൂർ, എല്ലാ ജില്ലകളിലും ഉള്ള സിറിയൻ ക്രിസ്ത്യൻ സാന്നിധ്യം, അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലുള്ള ലത്തീൻ സാന്നിധ്യം, ഇതെല്ലാം തന്നെ BJPക്ക് മുതൽക്കൂട്ടാവും. മൊത്തം കേരള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ 50% കത്തോലിക്ക, പല 3 റീത്തുകളിലായിട്ടുള്ള കത്തോലിക്ക വിഭാഗങ്ങളാണ്. ലത്തീൻ റീത്ത്, സിറോ മലബാർ, സിറോ മലങ്കര.
അതെ. അപ്പോൾ ഈ 3 റീത്തുകളും ബി ജെ പിയോട് അനിഷ്ടമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് മുനമ്പം വിഷയത്തിലൊക്കെ ബി ജെ പി എടുത്ത ഒരു നിലപാടുണ്ട്. ശരിയാണ്. അത് മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഒരു ഒരു ചിന്തകൾക്ക് ഉപരിയായി നിൽക്കുന്ന ഒരു നിലപാടാണ്. അപ്പോൾ അവിടെ ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാട്. ആ നിലപാടിന് ന്യായമായും ഒരു പ്രതിഫലം തദ്ദേശ തിരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും. കേവലം 4 മാസത്തിനുള്ളിൽ നടക്കണം തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്ന് ഓർക്കണം. ശരിയാണ്. ഇത് ലാസ്റ്റ് മിനിറ്റ് ആണ്. ഉം. 8 മാസത്തിനോട് അടുപ്പിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കണം. അപ്പോൾ ദിസ് ഇസ് ലാസ്റ്റ് ലെഗ്. ആ ബിൽഡപ്പിൽ ഒരു ചെറിയ പഴത്തൊലിയിൽ തെന്നി ആ സംവിധാനമാകെ ഇതെല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഇലക്ട്രൽ ജില്ലകളെ മാറ്റി, അതായത് ജില്ലകളെല്ലാം 2-3 വിഭജിച്ച് അതിലെല്ലാം പ്രത്യേക കാര്യവാഹകരെ ഏർപ്പെടുത്തി തെരഞ്ഞെടുപ്പിന് വേണ്ടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതെ. അമിത്ഷാ കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞ കണക്കുകളുടെ ഒരു രീതി അനുസരിച്ച് 2026 കേരളം ബി ജെ പി പിടിക്കുമെന്നൊന്നും ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ ദേ വിൽ ഇംപ്രൂവ് ദ വോട്ട് ഷെയർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 19% വോട്ട് ഷെയർ ആവർത്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ പരമ്പരാഗത സമവാക്യങ്ങൾ മാറി മറിയും. നിയമസഭയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇസ് എ ഡിഫറെന്റ് ബോൾ ഗെയിം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് യാതൊരു സാധ്യതയും ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വികസനത്തിനൊരു വോട്ട്, ആ രീതിയിൽ ബി ജെ പിയെ പരീക്ഷിക്കാൻ കുറച്ചു പേരെങ്കിലും തയ്യാറാവും. അതെ, പരമ്പരാഗത ബി ജെ പി വോട്ടിന് ഉപരിയായി. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു വിഭാഗം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്, CPM പിന്തുണച്ച് നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അവർ ഹാർഡ് കോർ പാർട്ടി പ്രവർത്തകരല്ല. പക്ഷേ ഈ 2 പാർട്ടി സംവിധാനങ്ങളുടെയും കുറേയേറെ വീഴ്ചകളിൽ അവർ ആകെ മനം മടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തരൂരിനെ കോൺഗ്രസ് പാർട്ടി കൈകാര്യം ചെയ്ത ഒരു രീതിയോട് വിയോജിപ്പുള്ള ആളുകളുണ്ട്. അതെ അതെ അതെ. തരൂർ അഡോപ്റ്റ് ചെയ്യുന്ന ഈ ലൈനാണെങ്കിൽ വൈ കാൻ വി അഡോപ്റ്റ് സെയിം ലൈൻ? ഒരു വിഷയ അധിഷ്ഠിതമായി കാര്യങ്ങളെ കാണുക. അന്ധമായ ബി ജെ പി വിരോധമല്ല, അന്ധമായ UDF അനുകൂല LDF അനുകൂല നിലപാടല്ല, മറിച്ച് ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. മെറിറ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്, മെറിറ്റ് ഓഫ് ദി ആർഗ്യുമെന്റ് റേറ്റ്, പ്രകടന പത്രിക നോക്കി തന്നെ വോട്ട് ചെയ്യുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും കേരളത്തിലുണ്ട്. ഇതിന്റെ എല്ലാം പ്രയോജനം ബി ജെ പി ലഭിക്കും, പ്രത്യേകിച്ച് ക്രൈസ്തവ. കാരണം മറ്റ് കമ്മ്യൂണിറ്റീസ് ഓൾമോസ്റ്റ് സെറ്റാണ്. കാരണം ഈഴവ കമ്മ്യൂണിറ്റിയിലേക്ക് നല്ല രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി ഇൻറോഡ്സ് ഉണ്ടാക്കി എന്നത് നിസ്സംശയം പറയാം. ദാറ്റ് ഈസ് ഈറ്റിംഗ് ഇൻ ടു ദി ട്രഡീഷണൽ വോട്ട് ബേസ് ഓഫ് LDF. ഇത് നന്നായിട്ട് അറിയാം. ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ചില പ്രസ്താവനകൾ ഈ അർത്ഥം ഇതിനോട് ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അത് എവിടെയാണ് അത് കൊള്ളുന്നത് എന്ന് മനസ്സിലാകും. നായർ കമ്മ്യൂണിറ്റി സ്റ്റാൻഡ് ഡിവൈഡഡ്. ദെൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ട്രഡീഷണൽ UDF വോട്ടേഴ്സ് ആണ് എന്ന് പറയാമെങ്കിലും പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ശക്തമായ ക്രിസ്ത്യൻ സാന്നിധ്യമുള്ള ജില്ലകളിൽ ഒറ്റ സീറ്റ് പോലും UDFന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ല. അതിന് നേട്ടം LDF ലഭിച്ചു എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓൾസോ സ്റ്റാൻഡ്സ് ഡിവൈഡഡ്. അവിടെ നിന്നും ഒരു ചെറിയ പങ്ക്, പ്രത്യേകിച്ച് UDFിലേക്ക് പോകാവുന്ന ക്രിസ്ത്യൻ വോട്ടിന്റെ ഒരു ചെറിയ പങ്ക് BJP വരും എന്ന പ്രതീക്ഷയിലാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അനൂപ് ആന്റണിയെയും സംഘടനയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെയും BJP കൊണ്ടുവന്നത്. അതിനു മുമ്പ് തന്നെ കേന്ദ്രമന്ത്രിയായി മിസ്റ്റർ ജോർജ് കുര്യൻ വന്നു എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ പ്രീണനമെന്നൊന്നും പറയാനില്ല. പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈസ് വെൽ ടേക്കൺ കെയർ ഓഫ്. മാത്രമല്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പരിഗണിച്ചത്, അവസാന ഉപതെരഞ്ഞെടുപ്പിലും നിലമ്പൂർ പരിഗണിച്ചത് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയാണ്, ക്രൈസ്തവനെയാണ്. അപ്പം BJPക്ക് തൊട്ടുകൂടാത്തവരല്ല കേരളത്തിലെ ക്രൈസ്തവ സമൂഹം. മണിപ്പൂർ സംഭവിച്ചു, അതിനുശേഷമാണല്ലോ സുരേഷ് ഗോപി ജയിച്ചു വന്നത്. അപ്പം മണിപ്പൂരിന്റെ ഇമ്പാക്റ്റ് ഒക്കെ മറികടക്കാൻ കേക്ക് നയതന്ത്രം, വൈൻ നയതന്ത്രം, ക്രിസ്തുമസ്, ഈസ്റ്റർ നയതന്ത്രം എന്നൊക്കെ നമുക്ക് പങ്കാന്തരേണ പറയാം. ഭാരതീയ ജനതാ പാർട്ടിയുടെ തന്ത്രശാലികൾക്ക് അറിയാം സംഘടിത ക്രൈസ്തവ സമൂഹങ്ങളിലെ, സമുദായങ്ങളുടെ, സഭകളുടെ ഉന്നത നേതൃത്വത്തിന് ചിലതെങ്കിലും മറയ്ക്കാനുണ്ടാവും. FCRA റെഗുലേഷൻ ഡെമോക്രസിന്റെ സ്വാഡ് പോലെ, വാള് പോലെ തൂങ്ങി നിൽക്കുമ്പോൾ ചില പൊരുത്തപ്പെടലുകൾ, സമവായങ്ങൾ, ക്രൈസ്തവ ഭാഷയിൽ പറഞ്ഞാൽ നിരപ്പിന്റെ അനുഭവത്തിലേക്ക് ഒക്കെയും വരാൻ ഒരുപക്ഷെ ചില തിരുമേനിമാർ, മെത്രാന്മാർ തീരുമാനിച്ചതിൽ അത്ഭുതമൊന്നുമില്ല. ഇതാരെയും ഒരു വ്യക്തി എന്നതല്ല. അതുകൊണ്ടാണ്
when Prime Minister Modi visited Kerala and given invitation to the bishops, they were willing to meet him. ഡൽഹിയിൽ വെച്ച് ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൈസ്തവ നേതാക്കളെ കാണുകയും തിരിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് വിളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു സമഭാവന. മണിപ്പൂരിലേക്ക് പോകാൻ പ്രധാനമന്ത്രി മോദി വിസമ്മതിച്ചുവെങ്കിലും മണിപ്പൂരിനെ കുറിച്ച് പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്താൻ യുഗങ്ങൾ കാത്തിരിക്കേണ്ടി വന്നുവെങ്കിലും ക്രൈസ്തവർ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. ഇസ്ലാം അങ്ങനെയാകണമെന്നില്ല. ഈ ഒരു ചിന്തയാണ് ഇപ്പോൾ ഒരു ചെറിയ സംഭവം. അത് ചെറുതെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, അത് ചില മിസ്ക്രിയൻസ്, രാജാവിനേക്കാളും രാജഭക്തി കാട്ടുന്ന ചില കിങ്കരന്മാരുണ്ട്. അവരുടെ അത്യുത്സാഹമാണ് ബജ്റാങ് ദളിന്റെ ലോവർ ലെവൽ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ അണികൾ. അവർ റെയിൽവേ കമ്പാർട്ട്മെന്റിനെ നിയന്ത്രിച്ചിരുന്ന TTEയുടെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ അവരെ ടിപ്പ് ഓഫ് ചെയ്തായിരിക്കണം, പെട്ടെന്ന് നാടകീയമായി വരുന്നു, ഈ സിസ്റ്റേഴ്സിനെ തടഞ്ഞു വയ്ക്കുന്നു, കേട്ടാൽ അറയ്ക്കുന്ന ഭാഷ ഉപയോഗിക്കുന്നു, അത് ഷൂട്ട് ചെയ്ത്, അതാരാണ് ഷൂട്ട് ചെയ്തെന്നറിയില്ല, ഷൂട്ട് ചെയ്ത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവർ ഉപയോഗിച്ച ഭാഷയും ഒരുതരം ആൾക്കൂട്ട വിചാരണയാണ്. അതെ, അവിടെയൊക്കെ അത് വലിയ കാര്യമൊന്നുമല്ല. ഇവിടെ കാര്യമാണല്ലോ. അതെ. ഇത് കേരളത്തിൽ നിന്ന് പോയ രണ്ട് കന്യാസ്ത്രീമാർ. കന്യാസ്ത്രീമാരാണ്. അതായത് അവര് ചെയ്ത പ്രവൃത്തി എന്തുമായിക്കോട്ടെ, രണ്ടാരോപണങ്ങളാണ് അവർക്ക്: മനുഷ്യ കടത്തും മതപരിവർത്തനവും. ഇത് രണ്ടും ആ പരിപ്പ് വേഗം. എവിടെയാണ് വേകുന്നത്? ഉത്തരേന്ത്യയിൽ വേഗം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന ആളുണ്ട്. പക്ഷെ ക്രൈസ്തവരുടെ ജനസംഖ്യ ഇപ്പോഴും തറച്ചു നിൽക്കും. 2.3% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ. ഛത്തീസ്ഗഡിന്റെ പോപ്പുലേഷനിൽ 1.9% മാത്രമാണ് ക്രിസ്ത്യൻ പോപ്പുലേഷൻ. മാസ് കൺവേർഷൻ സംഭവിക്കുന്നു എങ്കിൽ ഒരിക്കലും അത് അങ്ങനെ നിൽക്കില്ല. അത് 5-6%. വേണമെങ്കിൽ ഭംഗിയാന്തരേണ പറഞ്ഞു വെക്കാം, പല ഹിന്ദു നാമധാരികളും യഥാർത്ഥത്തിൽ ക്രൈസ്തവ വിശ്വാസികളാണ്. അവർ പലപ്പോഴും ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളുമാണ്. അവർക്ക് റിസർവേഷൻ്റെ, ഷെഡ്യൂൾ ട്രൈബ് റിസർവേഷൻ, ഷെഡ്യൂൾ കാസ്റ്റ് റിസർവേഷൻ ലഭിക്കാനുള്ള ഒരു കുറുക്ക് വഴി എന്ന നിലയിൽ ക്രൈസ്തവ വിശ്വാസത്തിൽ നിൽക്കുകയും അതേസമയം ഹിന്ദു നാമധേയം പേറുകയും ചെയ്യുന്നു എന്ന പരിഭവവും വിശ്വ ഹിന്ദു പരിഷത്തിനും ബജ്റാങ് ദളിനും ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നിരന്തരമായി ക്രൈസ്തവ സഭകൾക്ക് നേരെ നിൽക്കുന്നത്. ഇവിടെ ചില ഉത്സാഹികളായ ചില ഇവാഞ്ചലിസ്റ്റുകളുണ്ട്. അവർ ചെയ്യുന്ന പ്രവർത്തനത്തെ സംഘടിതമായ കത്തോലിക്ക സഭയുടെ പ്രവർത്തനവുമായി തട്ടിച്ച് നോക്കാൻ തക്ക ഒരു വൈഭവമൊന്നും അവിടുത്തെ BJPക്കാർക്കോ സംഘപരിവാർ സംഘടനകൾക്കോ ഇല്ലാതെ പോയി. ഇങ്ങനത്തെ കേസുകൾ ഉണ്ടാകാം, ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ഇതങ്ങനല്ല. ഈ തെങ്ങിനും കവുങ്ങിനും ഒരേ തിലായ്പ് വെച്ച് കേടരുതടാ എന്ന് ഞങ്ങളുടെയൊക്കെ വല്യമ്മച്ചിമാർ പറയുമായിരുന്നു. എടാ നോക്കി ആളും തരം കണ്ട് പണി ചെയ്യാവൂ, ഒരേ തരം കെട്ടി ഇതെങ്ങനെ വണ്ണം വ്യത്യാസമുണ്ട്. ഇതൊക്കെ വ്യത്യാസമാണ്. കത്തോലിക്ക സഭയെ പിടക്കിയാൽ ഇളകി മറിയും. അങ്ങനെയാണ് പ്രക്ഷോഭങ്ങൾ സംഭവിച്ചത് കേരളത്തിലും അഖിലേന്ത്യാ തലത്തിലും. ഇവിടെ ക്വസ്റ്റ്യൻ ഈസ് വെദർ ദീസ് ബിഷപ്സ് ആർ വില്ലിംഗ് ടു ടേക്ക് എൻ ഓപ്പൺ സ്റ്റാൻഡ്. സഭയ്ക്കുള്ളിൽ പറയുന്നത് തിണ്ണമിടുക്കാണ്. പേരിന് വേണ്ടി നടത്തുന്ന പ്രതിഷേധങ്ങൾ അതും ഒരു നേർച്ച കാഴ്ചകൾ പോലെയാണ്. Are they willing to tell the people who matter? Will they be able to tell Mr. Home Minister, Mr. Amit Shah, this is what we want to tell you? നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗമാണ്, പരിവാറിന്റെ ഭാഗമാണ് ബജ്റാങ് ദൾ, യൂത്ത് വിങ് ആണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ റെസ്പോൺസിബിൾ ആണ്. യു ആർ റെസ്പോൺസിബിൾ. യു ആർ ഗോയിങ് ടു പേ ഫോർ ദാറ്റ്. ഇത് പറയാനുള്ള ആർജവം കാട്ടണമെങ്കിൽ സ്വന്തം കരങ്ങൾ പൂർണ്ണമായും സംശുദ്ധമായിരിക്കണം. ഇവിടെ തടിയുടെ വളവും ആശാരിയുടെ പണിക്കുറവും, അല്ലെ, പണിക്കേടും രണ്ടും ചേർന്ന ഒരു അവസ്ഥാവിശേഷമാണ്. ഓക്കെ, അപ്പം ഇതിപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ആശങ്ക ഉണ്ടായത് കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഉടനടി പ്രസ്താവന നടത്തിയത്, ഇവിടുത്തെ ഈ കന്യാസ്ത്രീമാർ അങ്ങനെ ചെയ്യില്ല, ഇത്തരത്തിലൊരു പ്രവർത്തിക്ക് അവർ ഒരുമ്പെടില്ല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് നന്നായി അറിയാം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് ഏത് തരത്തിൽ തങ്ങളെ ബാധിക്കും എന്ന്. അപ്പോൾ അങ്ങയുടെ ചിന്ത എന്ത് പറയുന്നു? ഈ വാട്ട് യു തിങ്ക്, ഇത് അത്ര പെട്ടെന്ന് ഒരു
ഒരു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കേരളത്തിൽ ഈ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്രത്തോളം പോകും? അത് ആർക്ക് ഉം. അനുകൂലമായിട്ട് വരും? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസ്സുകാർ ഒരു അല്പം ഒന്ന് ഒരു ലഡു പൊട്ടിയ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടോ? നിലവിൽ ഒന്ന് രണ്ട് ചെറിയ ലഡു പൊട്ടിയിട്ടുണ്ട് കോൺഗ്രസിന്റെ മനസ്സിൽ. ഉം. എൽ ഡി എഫിന്റെ മനസ്സിലും പൊട്ടിയിട്ടുണ്ട്. അത് ലഡു ഒന്നുമല്ല, തീരെ ചെറിയ ചില മധുര പലഹാരങ്ങളാണ്. കാരണം കോൺഗ്രസിന് ലഭിക്കാവുന്ന ക്രിസ്ത്യൻ വോട്ടുകളിലേക്കാണ്, എൽ ഡി എഫിന് ലഭിക്കാവുന്ന ക്രിസ്ത്യൻ വോട്ടുകളിലേക്കല്ല, യു ഡി എഫിന് ലഭിക്കാവുന്ന ക്രിസ്ത്യൻ വോട്ടുകളിലേക്കാണ് ബി ജെ പി കടന്നു കയറുന്നത് എന്നൊരു ചിന്തയുണ്ട്. ഉം. അങ്ങനെയെങ്കിൽ ആ സാധ്യത പ്ലഗ് ചെയ്താൽ ഒരു വേഫർ തിൻ മാർജിനിലെങ്കിലും എൽ ഡി എഫിനെ പരാജയപ്പെടുത്തി യു ഡി എഫിന് അധികാരത്തിൽ വരാം എന്ന ഒരു ചിന്തയാണ്. പ്രൊവൈഡഡ് ദ കോൺഗ്രസ് മെൻ സ്റ്റാൻഡ് ടുഗെദർ. ഉം. സതീശനും ചെന്നിത്തലയും വേണുഗോപാലും ഒക്കെ വെവ്വേറെ നാഴികളായി നിൽക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാതിരിക്കുകയും ചെയ്താൽ അതെ. ഇത് നടക്കില്ല. പക്ഷെ അങ്ങനെ ഒരു വലിയ ഒരു വെടിനിർത്തൽ അവസാന ഘട്ടത്തിൽ ഉണ്ടാവുകയും കൈമയും മറന്ന് ഇവർ പ്രവർത്തിക്കുകയും ചെയ്താൽ ക്രിസ്ത്യൻ വോട്ട് വളരെ നിർണായകമാണ്. മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ട് വളരെ നിർണായകമാണ്. അതിലേക്കാണ് ബി ജെ പി. നോക്കൂ, മധ്യ തിരുവിതാംകൂറിൽ നോക്ക്, പി സി ജോർജിനെ കൊണ്ടുവന്ന് ചുമ്മാതല്ല. ഷോൺ ജോർജ് വലിയ ഫാക്ടറാണെന്നൊന്നുമല്ല, പക്ഷേ പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി മേഖല, കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖല, പത്തനംതിട്ടയുടെ കിഴക്കൻ മേഖല, ഇടുക്കി ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല, എറണാകുളത്തിൻ്റെ കിഴക്കൻ മേഖല, ഇവിടൊക്കെ ചെറിയ തോതിലെങ്കിലും സ്വാധീനം ചെലുത്താൻ ബി ജെ പി കഴിയും. IFDP-യുടെ കാൻഡിഡേറ്റായി പി സി തോമസ് ജയിച്ച മണ്ഡലമാണ് മൂവാറ്റുപുഴ എന്ന് ഓർക്കണം. ശരിയാണ്. അപ്പം ഒരു NDA ഘടകകക്ഷിയായ IFDP, പി സി തോമസ് സഭയ്ക്ക് പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ സഭാ മക്കളെയൊക്കെ, ദൈവമക്കളെ, കുഞ്ഞാടുകളെയൊക്കെ ബി ജെ പി മുന്നണിയിൽ വോട്ട് ചെയ്യിപ്പിക്കാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞാൽ, രാജേട്ടനല്ല ആദ്യം ബി ജെ പിക്ക് വേണ്ടി NDAക്ക് വേണ്ടി അക്കൗണ്ട് തുറന്നത്. താമര ചിഹ്നത്തിൽ നേമത്ത് O രാജഗോപാൽ വിജയിച്ചു നിയമസഭയിൽ, ശരിയാണ്. അതിനു മുമ്പ് തന്നെ 2004 തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി സി തോമസ് ജയിച്ചു വന്നപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ അയിത്തമൊന്നുമില്ല ബി ജെ പിയോട്. പക്ഷേ നിരന്തരം ഇങ്ങനെ വന്നാൽ, ഗ്രഹാം സ്റ്റൈൻസിനെ വധിച്ചു, അത് മറക്കാൻ തയ്യാറായി. എത്രയോ ക്രൈസ്തവ പീഡനങ്ങൾ സംഭവിച്ചു കേരളത്തിന് പുറത്ത്, ഛത്തീസ്ഗഡിൽ തന്നെ സംഭവിച്ചു. അപ്പോൾ ഇപ്പോൾ നടന്നത് ഒരു എന്താ പറയുക, ഒരു ഡോണ്ട് ക്രോസ് ദി റിവർ റുബിക്കോൺ എന്ന ഒരു സെയിങ് ഉണ്ട് റോമിൽ. സീസർ, ജൂലിയസ് സീസർ, ക്രാസസ് ആൻഡ് പോംപേ, ഇവർ മൂന്നും പേരും തമ്മിൽ ട്രൈംവിറേറ്റ് അധികാര വടംവലി നടന്ന ആ സാഹചര്യത്തിൽ 2000 വർഷം മുൻപാണ്. റുബിക്കോൺ നദി കടക്കരുത്, അത് കടന്നാൽ പിന്നെ യുദ്ധമാണ്. ഇവിടെ ചോദ്യം, ആ ലക്ഷ്മണ രേഖ, ആ റുബിക്കോൺ നദി കടന്നിരിക്കുന്നുവോ? അത് കടന്നു എങ്കിൽ പിന്നെ കേരളത്തിലെ ക്രിസ്ത്യാനി ഒറ്റക്കെട്ടാണ് നിൽക്കുമെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. മാർജിനൽ വോട്ട്സ് ആണ്. അതിലൊരു ഭാഗം തിരിഞ്ഞാൽ ബി ജെ പിക്ക് ലഭിക്കുമെന്ന് കരുതുന്ന 4-5 സീറ്റായിരിക്കും പരമാവധി ബി ജെ പി റിയലിസ്റ്റിക്കലി പ്രതീക്ഷിക്കുന്നത്. 30-40 സീറ്റ് പറയും. പക്ഷെ ജയിക്കാവുന്ന മണ്ഡലങ്ങൾ, മഞ്ചേശ്വരം മണ്ഡലം ചിലപ്പോൾ നല്ല സാധ്യതയുണ്ട്. അതൊരു പക്ഷേ ആര് ബി ജെ പിക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്താലും ജയിക്കാവുന്നൊരു അന്തരീക്ഷമുണ്ട്. വടക്കൻ കേരളത്തിലാണ്. പാലക്കാട് ജില്ലയിലെ പാലക്കാട് മണ്ഡലം ആയിക്കൊള്ളട്ടെ, തൊട്ടടുത്ത മണ്ഡലങ്ങൾ, തൃശ്ശൂർ ജില്ല, തൃശ്ശൂർ മണ്ഡലം, അവിടെ 7 നിയമസഭാ സെഗ്മെന്റ് ഉള്ളതിൽ കൃത്യമായി ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് പറയാൻ ഒരൊറ്റ മണ്ഡലമില്ല. വിജയിച്ചാൽ അത് ക്രൈസ്തവരുടെ കൂടെ അനുഗ്രഹം കൊണ്ടായിരിക്കും എന്നത് ഉറപ്പാണ്. ശരിയാണ്. അതുപോലെ മധ്യ തിരുവിതാംകൂറിലേക്ക് വന്നാൽ ഉറപ്പുള്ള മണ്ഡലം ഒന്നുമില്ല ബി ജെ പിക്ക്. ആലപ്പുഴ ജില്ലയിൽ 1-2 മണ്ഡലങ്ങൾ പ്രതീക്ഷിക്കാം. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 1-2 നിയമസഭാ മണ്ഡലങ്ങളും പ്രതീക്ഷിക്കാം. തിരുവനന്തപുരത്താണ് പിന്നെ ഏറ്റവും വലിയ പ്രതീക്ഷ. നേമം പ്രതീക്ഷ നമ്പർ 1, വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലമാണ്. അതുപോലെ വടക്കുള്ള കഴക്കൂട്ടം മണ്ഡലം, ഈ 3 മണ്ഡലങ്ങളും പ്രതീക്ഷിക്കാം. പിന്നെ പാർശ്വത്തിലുള്ള മണ്ഡലത്തിൽ സൈഡ് സ്പിൽ ഓവർ ഇഫക്റ്റ് 5 മുതൽ 10 വരെ സീറ്റുകൾ ന്യായമായും പ്രതീക്ഷിക്കുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു അശ്വിനിപാതം പോലെ ഈ നൺസിനെതിരായ ഈ ഒരു ആക്രമണം. അതുമാത്രമല്ല, ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷവും കന്യാസ്ത്രീകൾ റിമാൻഡിലാണ്, കസ്റ്റഡിയിലാണ്. മോചിപ്പിക്കപ്പെട്ട് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒറ്റ ഫോൺ കോളിന്റെ കാര്യമുള്ളൂ. മിസ്റ്റർ അമിത് ഷാ calling up the relevant people in ഛത്തീസ്ഗഡ്. അവിടുത്തെ പോലീസ് സംവിധാനം മൊത്തം ഇതൊക്കെ ഒരു വിഷ്ണു സായിയുടെ കയ്യിലല്ലേ, അതിൽ മുഖ്യമന്ത്രി പറഞ്ഞാൽ. അപ്പം ഇവിടുന്ന് ആരെങ്കിലും രാജീവ് ചന്ദ്രശേഖർ അവിടെ പോയി പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? പറയേണ്ടവർ പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ ആൻഡ് ദ ടീം BJP in Kerala are doing the very best to bail this out. ഈ ഒരു
അന്ധ്രാളാവസ്ഥയിൽ നിന്നും കരകയറ്റണമെങ്കിൽ BJP ഇടപെട്ട് സെറ്റപ്പ് ആക്കണം. അല്ലാതെ കടിച്ച പാമ്പിനെ കൊണ്ട് മാത്രമേ വിഷമിറക്കാൻ പറ്റൂ എന്ന ചിന്തയിലാവും ചില അത്യുത്സാഹികളായ ക്രൈസ്തവ സഹോദരന്മാർ. അതുകൊണ്ട് അതവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതവർക്ക് ഡെലിവർ ചെയ്യാൻ കഴിയുമോ, അതോ വൈകി എത്തുന്ന നീതി അത് ആഘോഷിക്കാനാവാത്ത രീതിയിൽ സ്റ്റൈലായി മാറുമോ എന്നൊരു സംശയമുണ്ട്. അതെ തീർച്ചയായിട്ടും. ഏതായാലും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP വലിയ പ്രതീക്ഷയാണ് പുലർത്തുന്നത്. തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ പിടിച്ചില്ലെങ്കിൽ BJPയുടെ കട എന്തിനായിരുന്നു തുറന്നു വെച്ചിരിക്കുന്നത്? ഇത്ര നമ്പർ 1 പാർട്ടി ഇൻ Trivandrum Corporation Limit is undoubtedly BJP. In terms of their organizational strength, in terms of support base and middle class base and cosmopolitan feel, whatever, and developmental rhetoric, അതിന്റെ ഫലമാണ് രാജീവ് ചന്ദ്രശേഖർ ലഭിച്ച ഒരു മേൽക്കൈ. ചില മേഖലയിൽ ലഭിച്ച, പ്രത്യേകിച്ച് ലത്തീൻ മേഖലയിലൊക്കെ ലഭിച്ച ഒരു നിർണായക മുന്നേറ്റമാണ് തരൂരിന് 16,000 വോട്ടിന്റെ മേൽക്കൈ. അവസാനം ആദ്യഘട്ടത്തിലൊക്കെ രാജീവ് ചന്ദ്രശേഖർ was leading all the way until the last minute. കോവളം നിയമസഭാ സെഗ്മെന്റിന്റെ പരിധിയിലൊക്കെയുള്ള ചില തീരദേശ ബൂത്തുകൾ എണ്ണിയപ്പോഴാണ് വിശ്വപൗരൻ ശ്വാസം നേരെ വിട്ടത്. അപ്പൊ അതുകൊണ്ട് അത്ര എളുപ്പമല്ല. UDF സംവിധാനത്തിലും LDF സംവിധാനത്തിലും അങ്ങനെ പാട്ടും പാടി ജയിക്കാവുന്ന ഒരു മേഖലയല്ല കോർപ്പറേഷൻ. അവിടെ BJPക്കുള്ള സാധ്യതയാണ് ഇപ്പം ഇമ്മീഡിയറ്റ്ലി അതാണ് പറയുന്നത്. അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്നത്. ചില സ്ഥലത്ത് ലത്തീൻ കത്തോലിക്ക വോട്ടാണ് അവിടെ നിർണായക തീരദേശ മേഖലയിൽ. മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കുറച്ചുകൂടെ ഉള്ളിൽ താമസിക്കുന്ന തീരദേശ മേഖലയ്ക്ക് ഉപരിയായി താമസിക്കുന്നവരാണ്. അവർ നിർണായക നാടാർ വിഭാഗത്തിലെ ക്രിസ്ത്യൻസ് ഉണ്ട്, മറ്റ് വിഭാഗങ്ങളുണ്ട്. ഇവരൊക്കെ BJPയോടൊരു തൊട്ടുകൂടായ്മയൊന്നും ഇല്ല അവർക്ക് ആർക്കും. പക്ഷെ ഇനിയിപ്പം അങ്ങനെയാണോ എന്ന് കൃത്യമായി പറയാനാവില്ല. പക്ഷെ 6 മാസമുണ്ട്. മുറി ഉണക്കാൻ വലിയ ലേപനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം വളരെ ഈ മുറിവൊക്കെ ഉണക്കാൻ പറ്റുന്ന ലേപനങ്ങളൊക്കെ അമിത്ഷായുടെ പെട്ടിയിൽ ഉണ്ടാകും. ഇൻസ്റ്റന്റ് ഹീലിംഗ് ഒക്കെ ഉണ്ടാകും. ആ അത്ഭുതമാണ് എന്തായാലും. ആ ഇൻസ്റ്റന്റ് ഹീലിംഗ് വരികയും പിതാക്കന്മാർ ഇടപെട്ട് കുഞ്ഞാടുകളെ സഹിക്കൂ, ക്ഷമിക്കൂ, തമ്പുരാൻ എല്ലാം കാണുന്നു, നമുക്കുള്ള അവർക്കുള്ള ഹീനന്മാർക്കുള്ള ശിക്ഷ തമ്പുരാൻ കൊടുത്തുകൊള്ളും, നമ്മളിവിടെ ബഹളം വെക്കേണ്ടതില്ല, പറഞ്ഞൊന്ന് സൂത്രം ചെയ്തെടുക്കാൻ പറ്റും. കാരണം എപ്പോഴും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഉൾപ്പെടെ ഇൻട്രസ്റ്റ് കൺവേർജ് വിത്ത് ദി ലാർജർ ഇൻട്രസ്റ്റ്. അതൊരു സഭയുടെ ഒരു നിലനിൽപ്പാണ്. അതൊക്കെ അപ്പം ഇവിടെ ഒരു BJP പോലെ ഒരു ശക്തമായ പാർട്ടിയെയോ ഇന്ത്യൻ ഭരണകൂടത്തെയോ തുടർന്ന് വരാൻ സാധിക്കുന്ന ഗവൺമെൻറ്റുകളെ ഒന്നും പിണക്കാനൊന്നും ഇവരാരും ആ രീതിയിൽ ശ്രമിക്കില്ല. പക്ഷെ തൽക്കാലത്തേക്ക് പ്രതിഷേധം കാട്ടുന്നതിന് അതിൻ്റെതായ പൊളിറ്റിക്കൽ ഫോളോ ഔട്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് തിരുമേനിമാർ എന്ത് പറഞ്ഞാലും ബിഷപ്പ്മാർ എത്ര മാസിഫൈ ചെയ്താലും ഇത് ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പണി പാടും. അതെ, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ ആ ഒരു വികാരത്തിന്റെ തള്ളിക്കയറ്റം ഒരു അല്പം മന്ദീഭവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിനിധിയെ വിട്ടിട്ടുണ്ട്. അനൂപ് അവിടേക്ക് പോയിട്ടുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സമുദായം ആത്യന്തികമായി വിൽ ബി പാമ്പേർഡ് ബൈ ഓൾ 3, BJP, UDF ആൻഡ് LDF. ഈ മുറിവൊക്കെ ഉണക്കാൻ ഒരുപാട് ലേപനം പുരട്ടേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്. 3 കൂട്ടരും ഒരുപോലെ അങ്ങ് ലേപനം പുരട്ടി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇപ്പോൾ ഹൈലി സോട്ട് ആഫ്റ്റർ ആയിട്ട് മാറിയിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ്, ഹൗ ഡസ് ഇറ്റ് കട്ട് ഇൻ ടു ദി LDF വോട്ട് ആൻഡ് UDF വോട്ട്? BJP അല്ല ഇവിടെ ഫാക്ടർ. നമ്മൾ BJPയെ കുറിച്ചാണ് സംസാരിച്ചതെങ്കിൽ പോലും ഏറ്റവും അധികം ഇപ്പം അങ്കലാപ്പിലാകാൻ പോകുന്നത് LDF ആണ്. അല്ല, ഇതൊക്കെ ഇതിന്റെ ഒരു കാസ്കേഡിങ് ഇഫക്റ്റ് ആണത്. UDF BJP ആരുടെ വോട്ടാണ് പിടിക്കുന്നത് ആ വോട്ട് അവരിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എങ്കിൽ LDFന്റെ വോട്ട് BJP പിടിക്കാനുള്ള സാധ്യത കുറവാണ്. LDFന്റെ വോട്ട് പിടിക്കും ആരുടെയാ? ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ട് പിടിക്കും. LDFന്റെ ക്രിസ്ത്യൻ വോട്ടല്ല BJP പിടിക്കുന്നത്, അത് UDFന്റെ ക്രിസ്ത്യൻ വോട്ടായിരിക്കാം BJP പിടിക്കുന്നത്. അതുകൊണ്ട് LDFന് ക്രിസ്ത്യൻ വോട്ടുകളെ കുറിച്ച് മാത്രമേ ഉള്ളൂ ആക്ഷേപം. അങ്ങനെയെങ്കിൽ അത് അഡ്വാൻറ്റേജ് UDF, ഡിസ്അഡ്വാൻറ്റേജ് LDF, totally catastrophic for BJP, at least for the corporation election in Trivandrum. ഇതാണ് അവസാനത്തെ ചിത്രം. ഇതിപ്പോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കാര്യങ്ങൾ കുറെ കൂടി അനുകൂലമാകും, അവരുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. അത് ഉറപ്പ് വരുത്താനൊക്കില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ഫാക്ടേഴ്സ് ആണ് പ്രധാനം. എക്കാലത്തും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവറേജ് നോക്കിയാൽ LDF always had an advantage. UDF ജയിച്ച സമയങ്ങളിലും ഒരു മൃഗീയമായ ഭൂരിപക്ഷമൊന്നും പഞ്ചായത്തുകളിൽ ഉണ്ടായിട്ടില്ല. LDFന് ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തകർ ശക്തരാണ്, ഒരു സംഘടനാ സംവിധാനമുണ്ട്. UDFന് അതില്ല.
വേർക്കാതെ പിന്നെ ഭക്ഷിക്കാനുള്ള ഒരു തത്രപ്പാടില്ലാതെ പലപ്പോഴും യു ഡി യു ഡി എഫിന്റെ നല്ലവരായ നേതാക്കന്മാർ നല്ലവരാണ്. ഖതറയിലൊക്കെ ചെളി പിടിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊക്കെ ബുദ്ധിമുട്ടാണ്. അതെ, ഇതിപ്പോ നോക്കുമ്പോൾ ഈ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ LDF-ഉം BJP-യുമാണ് മുന്നിൽ നിൽക്കുന്നത്. അവർ അത് താഴെത്തട്ടിലേക്ക് കേഡർ സംവിധാനമുള്ളത് കേഡർ സംവിധാനമുള്ളത് കൊണ്ട് അവർ ഐഡിയോളജിക്കൽ കമ്മിറ്റഡ് ആയതുകൊണ്ട്. അതെ എൽ ഡി എഫിന് ഐഡിയോളജി മാത്രമല്ല, കുറച്ച് പ്രാക്ടിക്കൽ വിസ്ഡം കൂടെ ഉണ്ട്. അതെ കാരണം അതൊക്കെ കേരള രാഷ്ട്രീയത്തിലെ ക്രോണി ക്യാപിറ്റലിസം, ഉം. അതൊക്കെ അതിന്റെയൊക്കെ സാധ്യതകളൊക്കെ നന്നായി മനസ്സിലാക്കുന്ന UDF-നേക്കാളും LDF തന്നെയാണ്. അത് ഓക്കെ. അവർക്ക് സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ നോക്കുമ്പോൾ നമ്മൾ അവസാനം നോക്കുമ്പോൾ UDF-ന് ആശ്വസിക്കാൻ വക കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് കന്യാസ്ത്രീമാരുടെ അറസ്റ്റിലൂടെ ഇതിന്റെയൊക്കെ ഒരു കേരളത്തിലുണ്ടായിരിക്കും. കാര്യമുണ്ട്, ഇതിന്റെ ഷെൽഫ് ലൈഫ് എത്ര ഉണ്ടെന്നുള്ളത് അറിയില്ല. ഈ ഓക്കെ. ഈ ഒരു ഓർമ്മകളൊക്കെ ഉം. മനുഷ്യൻ എന്ത് വേറൊരു വാർത്ത വരുമ്പോ ഇതൊക്കെ അങ്ങ് മറക്കുകയല്ലേ. നമ്മളൊക്കെ വാർത്താ മേഖലയിൽ നിൽക്കുന്ന ആളുകളല്ലേ. അല്ല, ഇപ്പോ ഒരു വാർത്ത വരുമ്പോ ഇതൊക്കെ മനസ്സിൽ കിടക്കുമോ? ഈ വിഷയത്തിൽ ഈ വാർത്തകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നതിൽ നമ്മുടെ LDF-കാർ, പ്രത്യേകിച്ച് CPM-കാർ മിടുക്കന്മാരാണ്. മിടുക്കരാണ്. അവര് ഇതിനെ ഡിജിറ്റൽ കണ്ടന്റ് ആക്കി ആൾക്കാരുടെ ഇടയിലേക്ക് വിടും. അതിൽ വളരെ വളരെ അഗ്രഗണ്യന്മാരാണ് അവർ. അവർക്ക് വലിയൊരു പട തന്നെയുണ്ട്. ഡിജിറ്റൽ അല്ല, ഇപ്പം സ്വല്പം വന്നതിലാണ് ആ, ഡിജിറ്റൽ. പക്ഷേ ഇവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ BJP-യെ കേരളത്തിൽ നിലയ്ക്ക് നിർത്താൻ LDF-നെ പറ്റൂ എന്ന ഒരു നറേറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ നഷ്ടപ്പെട്ടു പോയ പലതും തിരിച്ച് അവർക്ക് പിടിക്കാൻ സാധിക്കും. ഓക്കെ. അങ്ങനെ ആ വാദങ്ങൾ ശരിയാണ്. ഉം. ഞാനീ പറഞ്ഞ UDF-ന് അനുകൂലമെന്ന് പറഞ്ഞാൽ വെൻ അതർ തിങ്സ് റിമെയിൻ ഈക്വൽ, ഉം. ഈ LDF മെഷീനറി നിരന്തരം പ്രവർത്തിക്കുകയും BJP-യെ ടാർഗറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ ഇവിടെ സാധ്യത UDF-ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനല്ല. ഉം. അത് അതെ അവിടെ LDF-ന് പ്രത്യേകിച്ച് റോളില്ല. അതാണ് UDF-ന്റെ നേതാക്കന്മാർ ജയിച്ചു വരുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അതെ ലോക്കൽ സാഹചര്യം അങ്ങനല്ല. അതെ ലോക്കലിൽ നിന്ന് നമ്മൾ നിയമസഭയിലേക്ക് വരുമ്പോൾ എന്തായാലും ഉം. എല്ലാവരും കാത്തിരിക്കുകയാണ്. വലിയൊരു ഒരു എക്സ്പെരിമെന്റ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്. ഇതുവരെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന ഒരു കക്ഷിയായിരിക്കും BJP എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 5 സീറ്റ് വരെ നേടാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാൻ അവർക്ക് സാധിച്ചിരിക്കുകയാണ്. ഇനി ഉണ്ടാകാൻ പോകുന്ന സംഭവ വികാസങ്ങൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്ന് തോന്നുന്നു. BJP-യുടെ ഒരു ഏറ്റവും വലിയ പ്രതീക്ഷ 5 മുതൽ 10 സീറ്റ് വരെ ലഭിക്കുകയും UDF-നും LDF-നും ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുകയും, മാജിക് നമ്പറായ 71 സീറ്റ് ലഭിക്കാതിരിക്കുകയും. നോക്കൂ, 68 സീറ്റും 64 സീറ്റുമായി UDF LDF-ഉം ഇങ്ങനെ നിൽക്കുകയാണ്. 71 ഇല്ല. BJP-ക്ക് 8-9 MLA-മാരും ഉണ്ട്. എന്താ അവസ്ഥ. അവിടെയാണ് BJP-യുടെ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ പൊലിയുന്നൊരു മട്ടാണ് ഇപ്പോൾ. ഇത് മാത്രമല്ല, ഓർക്കൂ, ഇതൊരു പല വിഷയങ്ങളിൽ ഒന്നാണ്. ഉം. ഇപ്പോൾ കാട്ടുന്ന ഒരു ഗൗരവം 4 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ കാട്ടണമെന്നില്ല. അത്രയും പോലും ഓർമ്മകൾ നിൽക്കില്ല 8 മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അതെ പക്ഷെ നിരന്തരം ഇതിനെ ആംപ്ലിഫൈ നിർത്താൻ കഴിയുന്നത് LDF-നാണ്. കൂടുതലായും UDF ശ്രമിക്കും. അത് 8 മാസമൊക്കെ ഇതേ ഇന്റൻസിറ്റിയിൽ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശ്രമകരമായ ജോലിയാണ്. തീർച്ചയായിട്ടും. ഏതായാലും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ പ്രതിഫലിക്കും, വലിയ ചർച്ചയാകും. ഇപ്പോൾ തന്നെ ചർച്ച നടക്കുന്നുണ്ട്. ഈ ചർച്ച എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വിഷയം എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളത് കൂടി വലിയ ഒരു കാര്യമായിരിക്കും. അധികം അങ്ങോട്ട് നീണ്ടുപോകാതെ വേഗത്തിൽ ഇതിനെ പരിഹരിച്ച് മുറിവുണക്കാനുള്ള ശ്രമം BJP നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ കേന്ദ്ര നേതൃത്വം നടത്താൻ പോകുന്ന ആ ഹീലിംഗ് എഫർട്ടുകൾ എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്നേണ്ട കാര്യമാണ്. പക്ഷേ നിലവിലെ സാഹചര്യം UDF ക്യാമ്പിൽ ഉണർവ് വരുത്തിയിട്ടുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ തങ്ങളിലേക്ക് തിരികെ എത്തും, അല്ലെങ്കിൽ ആടി നിന്ന ക്രിസ്ത്യൻ വോട്ടുകൾ തങ്ങൾക്കുറപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് എത്ര നാൾ നിലനിൽക്കും ഈ ആത്മവിശ്വാസവും എന്നുള്ളതും ഒരു ഫാക്ടറാണ്. CPM-ൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പതിവ് പോലെ അവരുടെ നെഞ്ചുവിരിച്ചുള്ള നടത്തവുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കാലിനടിയിലെ മണ്ണ് എത്രത്തോളം ഊർന്നു പോകുന്നു എന്നുള്ള കാര്യം അവർ അറിയുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ. അവരെന്തായാലും പ്രചരണ രംഗത്ത് പുത്തൻ ആശയങ്ങളുമായി വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബട്ട് ഇതൊരു കോംപ്ലക്സ് സിറ്റുവേഷനാണ് നിലവിൽ വന്നിട്ടുള്ളത്. കുറച്ചുകൂടി ഒരു 1, 2, 3 മാസം കൂടി നമുക്ക് കാത്തിരിക്കാം ഇതിൻ്റെ കാറ്റ് ആർക്ക് അനുകൂലമായി വീശും എന്ന് കൃത്യമായി പറയണമെന്നുണ്ടെങ്കിൽ. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചു. ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിന് അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.